ആകർഷകമായ പുഞ്ചിരി, വൈകാരികാഴം, വൈവിധ്യമാർന്ന അഭിനയം എന്നിവയ്ക്ക് പേരുകേട്ട ഒരു ജനപ്രിയ ദക്ഷിണ കൊറിയൻ നടനാണ് കിം സൺ ഹോ. റൊമാൻറ്റിക് കോമഡികളിലും ഹൃദയസ്പർശിയായ ഡ്രാമകളിലും അഭിനയിച്ചതിലൂടെ അദ്ദേഹം വ്യാപകമായ പ്രശസ്തിയാണ് നേടിയത്. സൊൻഹോയുടെ ചില പ്രധാന ഡ്രാമകളും ആരാധകർക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങളും ഇതൊക്കെയാണ്. 2020 സ്റ്റാർട്ടപ്പ് എന്ന ഡ്രാമയിലെ ഹൻജിങ് പ്യോങ്. കിം സൺ ഹോയുടെ കരിയറിലെ ഒരു വഴിത്തിരിവായിരുന്നു ഈ വേഷം. ടഫ് ലുക്കും എന്നാൽ മൃദുലമായ ഹൃദയവുമുള്ള ഒരു മിടുക്കൻ നിക്ഷേപകൻ. ആരാധകർക്കിടയിൽ ഗുഡ് ബോയ് എന്നറിയപ്പെടുന്ന ഈ ക്യാരക്ടർ ഡ്രാമയിലെ നായികയെ രഹസ്യമായും നിസ്വാർത്ഥമായും പിന്തുണയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ വൈകാരികതയോടെയുള്ളയും പക്വതയോടെയുള്ളയും വിശ്വസ്തയോടെയുമുള്ള സ്വഭാവം നിരവധി കാഴ്ചക്കാരെ സ്പർശിച്ചു. ഇത് സൊൻഹോയ്ക്ക് ശ്രദ്ധ നേടിക്കൊടുത്ത ഒരു കഥാപാത്രമാണ്. 2021 ഇറങ്ങിയ ഹോം ടൗൺ ചാച്ചാച്ചയിലെ ഹോങ് ദുങ് സിക് കിം സൺ ഹോയുടെ ആദ്യത്തെ മെയിൻ ക്യാരക്ടർ ചെയ്ത ഡ്രാമയാണിത്. ദ്യൂസിക് അഥവാ ചീഫ് ഹോങ് എന്ന ക്യാരക്ടർ ഒരു കടൽ തീര ഗ്രാമത്തിൽ വിവിധ ജോലികൾ ചെയ്യുന്ന ഒരു ഓൾറൗണ്ടറാണ്. ദയയും കരുണയുമുള്ള, എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു കഥാപാത്രമാണ്. സ്വന്തം പ്രശ്നങ്ങൾ പോലും കണക്കാക്കാത്ത ഒരു പരോപകാരി. പ്രണയം, കോമഡി എന്നിവ കലർന്ന ഈ ഡ്രാമയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം യാഥാർത്ഥ്യബോധമുള്ളതും ആദർശപരവുമായതിനാൽ വ്യാപകമായി തന്നെ ആരാധകരുടെ ഇടയിൽ സ്വീകരിക്കപ്പെട്ടു. ഇത് കിം സൺ ഹോയെ ഒരു മികച്ച പ്രണയനായകനായി കൊറിയയിൽ ഉറപ്പിക്കാൻ സഹായിച്ചു. 2018 ഇറങ്ങിയ 100 Days of My Princeലെ ജങ് ജിയൂൺ. ഈ ഹിസ്റ്റോറിക് ഡ്രാമയിൽ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു മിടുക്കൻ വിശ്വസ്തനുമായ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വേഷമാണ് സൊൻഹോ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ആ അവസ്ഥയിൽ മൂർച്ചയുള്ള ബുദ്ധിശക്തിയും നർമ്മവും ഉപയോഗിച്ച് അദ്ദേഹം അവിടുത്തെ കിരീടാവകാശിയെ സഹായിക്കുന്നു. കഥാപാത്രത്തിന്റെ നർമ്മബോധവും പിന്തുണയും നൽകുന്ന സംഭാവന ഗൗരവമേറിയ സാഹചര്യത്തിലും കഥയ്ക്ക് ലാഘവത്വം നൽകി. വിശ്വസ്തയോടെയുള്ളയും ബുദ്ധിപരമായിട്ടുള്ള ചിന്തകൾക്കും ആ കഥാപാത്രത്തെ ആരാധകർ ഏറെ നെഞ്ചിലേറ്റി. 2019 ഇറങ്ങിയ വെൽക്കം ടു വക്കീക്കി എന്ന ഡ്രാമയിലെ ചാവോസിക്. കോമഡി ഡ്രാമയെ ഇതിൽ സൊൻഹോയുടെ ഹാസ്യവശം ആരാധകർക്ക് ഏറെയും കാണാൻ പറ്റി. കഥാപാത്രം മ്യൂസിക്കിന് ഒരു അഭിലാഷമേറിയ ഗായകനാണ്. പക്ഷെ ഒന്നിനു പിറകെ ഒന്നായി പരാജയങ്ങൾ നേരിടുന്നു. എന്നാൽ പ്രതീക്ഷയോടെ തന്റെ ആഗ്രഹം തുടരുന്നു. കിം സൺ ഹോ ഈ കഥാപാത്രത്തെ തികഞ്ഞ ടൈമിംഗ് ഡയലോഗുകളിലും ആകർഷകതയോടെ അവതരിപ്പിച്ചു. ഇത് അദ്ദേഹത്തിന്റെ കോമഡി വേഷങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണതയാണ് ആരാധകർക്ക് കാട്ടിക്കൊടുത്തത്. 2019 പുറത്തിറങ്ങിയ ക്യാഷ് ദി ഗോസ്റ്റിലെ ഗോ ജി സിയോക്. ഇവിടെ ശാന്തനും പുസ്തകത്തിലെ കാര്യങ്ങളെക്കുറിച്ചും വൈകാരികമായ സംയമനം പാലിക്കുന്നവനുമായ ഒരു സബ്വേ പോലീസ് ഓഫീസറുടെ വേഷമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. നായികയുടെ കഥാപാത്രത്തിന്റെ ആവേശത്തിന് വിപരീതമായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രം. സൊൻഹോയുടെ പ്രകടനം ഒരു നടനെന്ന നിലയിൽ വൈകാരിക നിയന്ത്രണവും ആഴവും ഈ കഥാപാത്രം കാണിച്ചു തന്നു. പ്രത്യേകിച്ച് കുടുംബവും കടമയും ഉൾപ്പെടുന്ന ഗൗരവമേറിയ രംഗങ്ങളിൽ പോലും. കിം സൺ ഹോയുടെ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് പലപ്പോഴും വേദനാജനകമായ അല്ലെങ്കിൽ സങ്കീർണമായ ഒരു ഭൂതകാലം ഉണ്ടാവും. പക്ഷെ കഥാപാത്രങ്ങൾ ശക്തരും ദയവുമുള്ളവരുമായി കഥയിൽ തുടരുന്നു. നമ്മുടെ ജീവിതത്തിൽ സാധാരണമായി കാണുന്ന പുരുഷ കഥാപാത്രങ്ങളെ നന്നായി കാഴ്ചക്കാരുമായി എളുപ്പത്തിൽ കണക്റ്റ് ആവുന്ന രീതിയിൽ സൊൻഹോ അവതരിപ്പിക്കുന്നു. കോമഡി ആയാലും റൊമാൻറ്റിക് ഡ്രാമകളായാലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും സൗമ്യമായ നർമ്മവും വൈകാരികത ഊഷ്മളതയും വഹിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വേഷത്തിലും സൊൻഹോ ജീവൻ നൽകുന്നു. സൊൻഹോയുടെ വളർന്നുവരുന്ന ആരാധക വൃന്ദവും നിരൂപക പ്രശംസയും അദ്ദേഹത്തിന്റെ കഴിവിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്.